സിനിമയിൽ ഗ്രീൻ മാറ്റും കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് പഴയ ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ റിയൽ ആയിട്ട് പണ്ട് ചില സ്റ്റണ്ട് ആർട്ടിസ്റ്റുകൾ ചെയ്തതായിരുന്നല്ലോ എന്ന് നമ്മൾ പറയുന്ന പോലെ AI മേഡ് സിനിമകൾ വന്നു തുടങ്ങുമ്പോൾ ആ കാലഘട്ടത്തിലെ ജനറേഷനിലുള്ള ആളുകൾ പറയാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്. പണ്ട് മനുഷ്യന് തന്നെയാണല്ലോ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത് എന്ന്. അങ്ങനെ പറഞ്ഞ് അത്ഭുതപ്പെടാൻ എവർഗ്രീൻ സൂപ്പർ സ്റ്റാർ പ്രേം നസീർ മുതൽ നരസിംഹത്തിൽ 1000ാമത്തെ സിനിമ പൂർത്തിയാക്കിയ ജഗതി ദ സാമ്രാട്ട് പോലെ, പിന്നെ തമിഴിലും തെലുങ്കിലും ബോളിവുഡിലുമായിട്ട് ഇഷ്ടംപോലെ ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ സുകുമാരി അമ്മ എന്ന് വിളിച്ചിരുന്ന ദ മോസ്റ്റ് വേഴ്സറ്റൈൽ ലെജൻഡറി ആക്ട്രസ് സുകുമാരി 2000-ന് മുകളിലോ മറ്റോ സിനിമകൾ ചെയ്തിട്ടുണ്ട്. കറക്റ്റായി എത്ര സിനിമകൾ ചെയ്തു എന്നുള്ളത് ഓൺലൈൻ സോഴ്സസിൽ ഒന്നുമില്ല. ഏകദേശം 62 വർഷം നീണ്ടു നിന്ന ഫിലിം കരിയറിൽ മോർ ദാൻ 2500 മൂവീസ്. ഒരു ആക്ടർക്കും ഇനി ഒരു കാലത്തും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത റെക്കോർഡ്. നമ്മൾ ഇന്ന് ഓർത്തിരിക്കുന്ന രീതിയിൽ സുകുമാരി അമ്മയെ കൊണ്ട് ഇൻക്രെഡിബിളി അസ്റ്റോണിഷിംഗ് ക്യാരക്ടേഴ്സ് ചെയ്യിച്ച ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. പക്ഷേ സ്പീക്കിംഗ് പ്യൂർലി ഔട്ട് ഓഫ് ഫേവറേറ്റിസം, സുകുമാരി സുപ്രീമസി ഇൻ പ്രിയദർശൻ മൂവീസ്, സത്യം പറയാലോ, സത്യം പറഞ്ഞോണം, അത് വേറൊരു ലെവല് തന്നെയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയായ പൂച്ചയ്ക്കൊരു മൂക്കുത്തിയിലെ രേവതി എന്ന് പറയുന്ന ക്യാരക്ടർ മുതൽ തുടങ്ങിയിട്ടുണ്ട്. പൂച്ചയ്ക്കൊരു മൂക്കുത്തിയിലെ ക്യാരക്ടർ പോലെ തന്നെ ഓടരുതമ്മാവ്, ആളറിയാം, അങ്ങനെ പല സിനിമകളിലും അതേ ഫ്ലേവർ വരുന്ന കുറെ ക്യാരക്ടേഴ്സ് പ്രിയദർശൻ സാർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ബോയിങ്ങിലെ മിസസ് ഡിക്ക് ഡിക്കമ്മായി എല്ലാരും വിളിക്കും. ബോയിങ്ങിൽ ഡിക്കമ്മായി ഏതെങ്കിലും ഒരു സീനിൽ ചുമ്മാ വന്ന് നിൽക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻകംപ്ലീറ്റ് ഡയലോഗ് പറയുന്നതായിക്കോട്ടെ, തൂക്കിയിരിക്കും. ബോയിങ്ങിലെ മിസസ് ഡിക്കിന്റെ അതേ ഫ്ലേവർ തന്നെയായിരുന്നു വന്ദനത്തിലെ തേന്മാവി കൊമ്പത്തില് കള ഒന്ന് മാറ്റി ചവിട്ടി. കിലുക്കത്തിൽ സുകുമാരിയമ്മ ഒരു ഡോക്ടറാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. പക്ഷേ ആസ് എ ഹാർഡ് കോർ കിലുക്കം ഫാൻ അതൊരു സിമ്പിൾ ക്യാരക്ടർ അല്ലായിരുന്നു. ജഡ്ജി യമാൻ ഒരു ദിവസം നന്ദിനിയുമായി വഴക്കിട്ട് ഒരു വലിയ പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തുകൊണ്ട് പോകുന്ന വഴി അദ്ദേഹം വീണു. ആ വീഴ്ചയ്ക്ക് ശേഷം ജഡ്ജി യമാൻ മര്യാദയ്ക്കൊന്ന് കിടക്കാനോ ഭക്ഷണം കഴിക്കാനോ നടക്കാനോ ഒന്നും പറ്റുന്നില്ല. അതിൽ നിന്നുണ്ടായ സ്നേഹത്തിലും വാത്സല്യത്തിലും ജഡ്ജി യമാൻ പറയുന്നു, അതുകൊണ്ട് തന്നെ നന്ദിനിയെ അന്വേഷിച്ച് നടന്നിരുന്ന ജഡ്ജി യമാന്റെ മകൻ ഒരു ദിവസം നന്ദിനിയെ ആ വീട്ടിൽ വെച്ച് കാണുന്നു. പിന്നീട് ക്ലൈമാക്സിലേക്ക് ലീഡ് ചെയ്യുന്ന സീനുകൾ. അപ്പൊ ഇതിനെല്ലാം കാരണമായത് ജഡ്ജി യമാന്റെ ആ വീഴ്ചയാണ്. ഒരാൾ ചുമ്മാ അങ്ങ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടുവിന് ഇത്രയും പ്രശ്നം വരും. ജഡ്ജി യമാന്റെ പ്രായമൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായും അങ്ങനെ സംഭവിക്കാം. പക്ഷെ എങ്കിലും ഒരു റീസണിങ് വേണ്ടേ? ആ റീസണിങ് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് തരുന്നത് സുകുമാരി അമ്മയുടെ ക്യാരക്ടറാണ്. വീണ്ടും സുകുമാരി സുപ്രീമസി വരുന്നു. കാക്കക്കുയിൽ. കാക്കക്കുയിലിന്റെ ക്യാരക്ടറിന്റെ ചെറിയൊരു ഫ്ലേവർ തോന്നുന്ന രീതിയിൽ വെട്ടത്തിൽ ടോമങ്ങളുടെ ഭാര്യയുടെ റോൾ. ഒരു കാറ്റ് വന്നിക്ക് മീശ വെച്ചതുപോലെ പ്രിയദർശൻ സാറിന്റെ സിനിമകൾ ഉൾപ്പെടെ വേറെ പല ഡയറക്ടേഴ്സിന്റെ സിനിമകളിൽ സുകുമാരിയമ്മ നമ്മളെ അങ്ങ് മെൽറ്റ് ഡൗൺ ആക്കി കളയുന്ന രീതിയിൽ, തകർത്ത് കളയുന്ന രീതിയിലുള്ള പെർഫോമൻസസും കാഴ്ചവെച്ചിട്ടുണ്ട്. മരിച്ചുപോയി എന്നുള്ളത് തന്നെ ഒരു ദുഃഖമാണ്. അതിന്റെ കൂടെ വിഷമിപ്പിക്കുന്ന സീനുകളുടെ കാര്യങ്ങൾ കൂടെ പറയണ്ടല്ലോ. സുകുമാരിയമ്മ ഇന്നും ജീവിക്കുന്നു ആസ് ദി ബെസ്റ്റ് ആക്ട്രസ്. സുകുമാരിയമ്മേനെ വളരെ അടുത്തറിയാമായിരുന്ന സിനിമാക്കാരി മുതൽ ഒരു സിനിമാ ബന്ധം പോലും ഇല്ലാത്ത അവരെ സിനിമയെ മാത്രം കണ്ട് ആരാധിക്കുന്ന എന്നെ പോലുള്ളവരുടെ മനസ്സിൽ